1 to 1 എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ വെച്ചിട്ട് നേടിയെടുത്തവരുണ്ടാവും, നേടാത്തവരുണ്ടാവും. പക്ഷേ എനിക്കതിനകത്ത് ഞാനത് ട്രൈ ചെയ്യാനും പോയിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അകത്തേക്ക് കൊണ്ടേ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കൂ, ഉറപ്പായിട്ടും നടക്കും. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്, ഇപ്പോൾ രാമായണ മാസമാണ്, അല്ലെങ്കിൽ പൊതുവെ പറയുന്നത് കർക്കിടക മാസം എന്നാണ്. കുറേ പേര് പറയുന്നു പഞ്ഞമാസമാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ചിങ്ങപ്പുലരിയെ വരവേൽക്കുന്നതിന് മുമ്പുള്ള മാസം ആണ് കർക്കിടക മാസമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ രാമായണ മാസമായിട്ട് കൊണ്ട് ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലും രാമായണ മാസ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും അർച്ചനകളൊക്കെ അതിൽ ഉൾപ്പെടുന്നു. കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെ വേണം. അതുപോലെ ഈ സമയത്ത് കൂടുതലും ആരോഗ്യപരമായിട്ടൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രാമായണ മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ദോഷഫലങ്ങൾ നമ്മളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കർക്കിടക മാസം അല്ലെങ്കിൽ മിഥുന മാസം അവസാനമൊക്കെ എന്തെങ്കിലും ചതവ്, മുറിവ് അല്ലെങ്കിൽ വീഴ്ച എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും കർക്കിടക മാസം ആകുമ്പോൾ വരുമെന്നാണ് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ, മുത്തശ്ശനും മുത്തശ്ശിയും പോലെ പലരും പഴയ ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഉള്ള ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരരുത്. വീഴ്ച കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. തുടർന്ന് ഏത് നക്ഷത്രക്കാരായിക്കോട്ടെ, ശുക്രൻ നിൽക്കുന്നവരായിക്കോട്ടെ, ചെറുതായിട്ടൊന്ന് വഴുതി വീണാൽ പോലും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ, ഉദാഹരണത്തിന് ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട്, അങ്ങനെ നമുക്ക് എന്താണോ ഒരു ആഗ്രഹം ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത്, അതായത് ഈ രാമായണ മാസകാലത്തിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ആ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഉറപ്പായിട്ടും നടക്കും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചാൽ കിട്ടില്ല. ശരിക്കും വാട്സപ്പിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കുറേ പേർക്ക് എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലാത്തവരൊന്നുകൂടി മെസ്സേജ് അയക്കൂ, ഞാൻ റീപ്ലൈ എന്തായാലും തരാം. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇപ്പോഴത്തെ സമയം നോക്കുന്നതിന്, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ കുറേ പേരുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കുന്നതിന്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് ഈ നമ്പറിൽ വിളിക്കുക. അതുപോലെ ചിങ്ങമാസമാണ്, പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പല സ്ഥാപനങ്ങളും പല തുടക്കങ്ങളും കുറിക്കാനുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഏത് സമയത്താണോ ഇതിൻ്റെ കാര്യങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ തുറക്കേണ്ട ഒരു സമയം ഉണ്ടാവുമല്ലോ, അത് നോക്കണം എന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ പ്രധാനമായിട്ട് ഇന്നൊരു കുഞ്ഞു വീഡിയോ മാത്രമാണ്. അതായത് പലരും കുറച്ച് നാൾ മുമ്പേ എന്നോട് പറഞ്ഞു 1 to 1 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് തിരുമേനി. കുറേ പേർക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല, എഴുത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതായത് രാത്രി 10 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് കുറേ പേര് പറയുന്നത്. പ്രധാനമായിട്ട് വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളവർ കിട്ടാത്തവരും അതിലൂടെ കാര്യങ്ങൾ നേടിയെടുത്തവരും ഒക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 1 to 1 എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ വെച്ചിട്ട് നേടിയെടുത്തവരുണ്ടാവും, നേടാത്തവരുണ്ടാവും.
പക്ഷേ എനിക്കതിനകത്ത് ഞാനത് ട്രൈ ചെയ്യാനും പോയിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന്. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് കാര്യം ചിട്ടയോടുകൂടി ആദ്യം മനസ്സ് നല്ല രീതിയിലൊക്കെ ഇതിനെ പ്രാപ്തമാക്കുക. അതുപോലെ ശരീരം വളരെ ശുദ്ധിയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. അതായത് ഈ രാമായണ മാസത്തിൽ നമ്മളൊരു പേനയും പേപ്പറും എടുത്ത് വളരെ ശുദ്ധമായിട്ട് ജയ് ശ്രീറാം എന്ന് ഒരു 108 തവണയോ അല്ലെങ്കിൽ 1008 തവണയോ എഴുതി അത് ഏതെങ്കിലും ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ വേണേൽ ട്രൈ ചെയ്ത് നോക്കിയോ. ഇനി ഒരു 10-17 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഇപ്പോഴെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇത് ചിലർക്ക് എഴുതി വരാൻ ചിലപ്പോൾ 3 ദിവസം എടുക്കും, ഒരാഴ്ച എടുക്കും. ജയ് ശ്രീറാം എന്ന് പറഞ്ഞൊരു വാക്ക് കാണുമ്പോൾ ചെറുതാണ്. ചിലർ ശ്രീരാമജയം എന്ന് എഴുതും, എങ്ങനെ വേണേലും ആ ഒരു നമ്മൾ ജയ് ശ്രീറാം എന്ന് എഴുതിയതിൽ അങ്ങനെ ഒരു 1008 ആണെങ്കിൽ വളരെ കുറേ കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനൊക്കെ സാധിക്കും. അത് ഈ കർക്കിടക മാസത്തിൽ ശരിക്കും പറ്റുള്ളൂ. അതായത് എപ്പോൾ വേണേൽ എഴുതാം. ഹനുമാൻ ചിരഞ്ജീവിയാണ് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ബലത്തോടുകൂടി നമ്മൾ കൂടുതൽ ഈ സമയത്ത് കൂടുതലും പച്ചക്കറി ആഹാരമൊക്കെ ആയിരിക്കും കുറേ പേരല്ലേ, കൂടുതൽ ആൾക്കാർ മത്സ്യം മാംസമൊക്കെ കഴിക്കാതെ വളരെ ഭക്തിയോടും ചിട്ടയോടും കൂടി രാമായണമൊക്കെ വായിച്ചായിരിക്കും പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് ജയ് ശ്രീറാം എന്നൊരു 108 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞ് എഴുതി ഹനുമാൻ സ്വാമിയുടെ ആ നടയിലൊന്ന് കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കൂ, ഉറപ്പായിട്ടും നടക്കും. അതോടൊപ്പം തന്നെ ഒരു നെയ്വിളക്കും കൂടി സമർപ്പിക്കുക. പറ്റുന്നവരൊക്കെ വ്യാഴാഴ്ചകളിൽ സമർപ്പിക്കാനായിട്ട് നോക്കുക. അതായത് ഇനി വരുന്ന അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ ശ്രീരാമൻ്റെയും കൂടി ആവുമ്പോൾ വ്യാഴാഴ്ച അനുകൂലമായിട്ടുള്ള സമയമാവും. ഒപ്പം നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കൂടി തൃപ്പാദത്തിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സമർപ്പിക്കുവാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാവർക്കും പ്രാവർത്തികമാക്കാനായിട്ടുള്ളൊരു കാര്യം തന്നെ. വളരെ ശുദ്ധമായിട്ട് തന്നെ ചെയ്യാം, കാര്യങ്ങളൊക്കെ ശരിയാവും. ഞാനാ പറയണത്. ഞാൻ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നുണ്ട്, എന്നാലും വളരെ കുറച്ച് ആൾക്കാരുടെ കാര്യം ശരിയാവുന്നില്ല. അത് അവരുടെ തടസ്സങ്ങളാട്ടോ. അയ്യോ അത് ചെയ്തില്ല, ഇന്ന കാര്യം ചെയ്തില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാവർ നമ്മളെ വിളിക്കാൻ നേരത്ത് എനിക്കൊരു ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. എന്നാൽ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ചിലരുടെ നടക്കണില്ല എന്ന് പറയുന്നുണ്ട്, വളരെ കുറച്ച് ആൾക്കാരുടെ. അപ്പോൾ അതിൻ്റെ അകത്തൊരു വേറെ കുറച്ച് തടസ്സങ്ങൾ, അതിൻ്റെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ പറയാം എൻ്റെ എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ. ഇവർക്ക് ശത്രുക്കളുണ്ടല്ലോ, അപ്പോൾ ഇവരിങ്ങനെ ചെയ്യാൻ നേരത്ത് അതിന് ഫലപ്രദമായിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്തൊരു എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അത് നമ്മളൊരു പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ കുറേ പേര് എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തിരുമേനിയോട് സംസാരിക്കാൻ നേരത്ത് വളരെയധികം ആശ്വാസമുണ്ട്, തിരുമേനിയുടെ വാക്കുകൾ കേട്ടിരിക്കാൻ തന്നെ ഭയങ്കരമായിട്ടൊരു സന്തോഷം അവർക്ക് ഉണ്ട്, മനസ്സിന് സന്തോഷം നൽകുന്ന കുറേ പ്രായമുള്ള അമ്മമാർ മുത്തശ്ശിമാരൊക്കെ സംസാരിക്കും. എനിക്കത് കേൾക്കാൻ നേരത്ത് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുമെങ്കിൽ അതെനിക്കൊരു വളരെയധികം സന്തോഷമാണ്. ഒപ്പം എന്നെയും കൂടി ഭഗവാൻ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മളൊരു സമയം അവർ നമുക്ക് ശരിക്കും എനിക്കും സമയം തരുന്നതാണ്, ഞാൻ അവർക്കും സമയം കൊടുക്കുവാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ സംസാരിക്കാൻ നേരത്ത് പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ തിരുമേലുള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയും, മറ്റുള്ളവരെ പോലെയല്ല. അപ്പോൾ അത് കുറച്ചുകൂടി ഞങ്ങൾക്ക് ജെനുവിനായിട്ട് തോന്നി എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നതെന്നും കൂടി പറയും. അപ്പോൾ നമ്മളതാണ് ചെയ്യേണ്ടത്. ആരോടാണേലും ഒന്നും മറച്ചു വെക്കാതെ ഉള്ള കാര്യം പറയുക. അപ്പോൾ അവർക്ക് ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും നമുക്കൊരു പരിഹാരം കാര്യങ്ങളുണ്ടാവും അല്ലേ. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും ഒരു പരിഹാരം കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നമുക്കതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കൊണ്ടുവരാനും മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ
എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം. ജീവേഷ്. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജയ് ശ്രീറാം.